കോൺഗ്രസിനെ എല്ലാ കാലത്തും പ്രത്യയശാസ്ത്ര ശൂന്യത വേട്ടയാടിയിട്ടുണ്ട്. അതിപ്പോഴും രൂക്ഷമായി ആ പ്രത്യയശാസ്ത്ര ശൂന്യത വേട്ടയാടുന്നത് തുടരുകയാണ്. അതിൻ്റെ തെളിവാണ് AICC ആസ്ഥാനത്ത് നിന്ന് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലാനിടയായ സംഭവം. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഒരു ഘട്ടത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നാലെ വരുന്ന വാർത്ത എന്താ? കേരളം ഒഴികെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും, കർണാടകയിൽ, തെലങ്കാനയിൽ, ഹിമാചലിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രത്യയശാസ്ത്ര ശൂന്യതയിലാണ്. ആ പ്രത്യയശാസ്ത്ര ശൂന്യതയിൽ ഇപ്പോൾ കസേരയിട്ടിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അവർക്ക് പ്രത്യയശാസ്ത്ര ശൂന്യത, അതിൽ സംഘപരിവാർ ആധിപത്യം സ്ഥാപിക്കുന്നു. സംഘപരിവാറിൻ്റെ ചിന്തകൾക്ക് സ്വാധീനമുണ്ടാകുന്നു. കോൺഗ്രസ് ഗാന്ധിയെ മറന്നു, നെഹ്റുവിനെ മറന്നു, ടാഗോറിനെയും മറന്നു. അതാണ് കേരളം ഒഴികെയുള്ള സംസ്ഥാനത്തും AICC ആസ്ഥാനത്തും ഇന്ന് കാണാനിടയായത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഈ പ്രത്യയശാസ്ത്ര ശൂന്യതയും അതിൽ കസേരയിട്ടിരിക്കലും. ഈ ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുള്ളതാണ്. കർണാടകയിലെ നിയമസഭയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ അച്ചടക്കമുള്ളൊരു കുട്ടിയെപ്പോലെ നിന്ന് ഗണഗീതം പാടുന്നതാണ്. കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഒരു നിയമസഭയിൽ, നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഗണഗീതം പാടുകയാണ് കോൺഗ്രസിൻ്റെ സമുന്നതനായൊരു നേതാവ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കോൺഗ്രസിന് തന്നെ മറ്റൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ രേവന്ത് റെഡ്ഡി. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എത്രമാത്രം വംശീയ അധിക്ഷേപ പരാമർശമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പല കഴിവുകളുമുണ്ട്, പക്ഷേ അവർക്ക് പഠിക്കാനുള്ള കഴിവുകളില്ല. ജോലിയിൽ പ്രാവീണ്യമുണ്ട്, പക്ഷേ പഠിക്കാനുള്ള കഴിവില്ല, ഓർത്തു വയ്ക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനോ വംശീയമായോ അങ്ങനെയാണോ ഇതെല്ലാം ഉണ്ടാവുക? ഈ കഴിവ്, എബിലിറ്റി ഉണ്ടാവുന്നത് അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വംശീയ വിദ്വേഷമല്ലേ. ഇത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്, ചെറിയ ആളല്ല, രേവന്ത് റെഡ്ഡി. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര ശൂന്യതയിൽ, പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലായ്മയിൽ ഇപ്പോൾ കസേരയിട്ടിരിക്കുന്നത് സംഘപരിവാറാണ്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ ഇന്ന് ട്രംപിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതാരാണ്? മൈ ഫ്രണ്ട് ശ്രീ മോഡിയാണ്. മോഡി കഴിഞ്ഞാൽ പിന്നെ മോഡിയേക്കാൾ ട്രംപിന് സ്നേഹം പകർന്നയാൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കണ്ടില്ലേ? തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ ഒരു റോഡിന് ട്രംപിൻ്റെ പേര് റീനെയിം ചെയ്യുകയാണ്. കണ്ടോ? ആ വാർത്തയാണിത്. ഇതെല്ലാം നേരത്തെ ഈ സമീപകാലത്ത് വന്നുപോയ വാർത്തകളാണ്. പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ വേട്ടയാടി കൊല്ലുന്ന, ലോക സമാധാനത്തിന് ഭീഷണിയായ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ ജോലിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തെ, കേരളത്തിലുള്ള മനുഷ്യരുടെ പോലും ജീവിതത്തെ പിടിച്ചു കുലുക്കുകയാണ്. ഏത്? ഈ ട്രംപിൻ്റെ യുദ്ധഭ്രാന്ത്, ചോരക്കൊതി. ആ ട്രംപിന് മോദി പോലും കൊടുക്കാത്ത ആദരവാണ് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി കൊടുക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ട്രംപിൻ്റെ പേരാണ്. തീരുന്നില്ല. പ്രത്യയശാസ്ത്ര ശൂന്യതയിൽ സംഘപരിവാർ കസേരയിട്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം വീണ്ടും വീണ്ടും വരികയാണ്. രേവന്ത് റെഡ്ഡി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിമാർക്ക് എന്താ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം, അദ്ദേഹം പറയുകയാണ്, ലോകത്താരെങ്കിലും പറയോ? ലോകത്താരെങ്കിലും? ഹിറ്റ്ലറാണ് അത്രേ അദ്ദേഹത്തിൻ്റെ പ്രചോദനം. ഹിറ്റ്ലറാണ് തനിക്ക് പ്രചോദനമെന്ന് രേവന്ത് റെഡ്ഡി. ആരാ രേവന്ത് റെഡ്ഡി? കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് അല്ല. ഏത്? കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് അല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. അത് സംഘപരിവാറും ഇതും തമ്മിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും അതിങ്ങനെ വരാം എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞത്, ഇത് അവിടെ മാത്രമല്ല, ഗാന്ധിയെ മറന്ന, നെഹ്റുവിനെ മറന്ന കോൺഗ്രസ് ഇപ്പോൾ സവർക്കറിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൽ അഭയം പ്രാപിക്കുകയാണ്. കേരളത്തിൽ അത് സാധിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുള്ളത് കൊണ്ടാണ്.
കേരളത്തിൽ ഇടതുപക്ഷം കരുത്തില്ലായിരുന്നുവെങ്കിൽ, ചോദ്യം ചെയ്യാനുള്ളൊരു ശക്തിയായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, കർണാടക പോലെ, ഹിമാചൽ പോലെ, തെലുങ്കാന പോലെ കേരളത്തിലും ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ. വേണ്ടി വന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീ വി.ഡി. സതീശൻ ഗണഗീതവും ഒന്ന് പാടിയേനെ. ഇടതിവിടെ ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. ഈ ഗാന്ധിയെ മറന്ന് സവർക്കറിൽ അഭയം പ്രാപിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭൂതകാലം എന്താണ്? സവർക്കറെ പോയി വഴങ്ങിയതാണ് ഭൂതകാലം. സവർക്കറുടെ മുമ്പിൽ വിളക്ക് കൊളുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കേരളത്തിൽ ആ കാർഡ് ഇറക്കിയാൽ ചിലവാകില്ല. കേരളത്തിലെ ഇടതു മതേതര ബോധം ശക്തമാണ്. അതിൽ ഇടതുപക്ഷത്തിന് വലിയ ചോദ്യം ചെയ്യൽ ശക്തിയുണ്ട്. ഇടതുപക്ഷം കരുത്താണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ഇല്ലെങ്കിൽ ശ്രീ വി.ഡി. സതീശനെല്ലാം നമ്മുടെ ഡി.കെ. ശിവകുമാർ ആലപിച്ചതുപോലെ ഗണഗീതം പാടുന്ന കാഴ്ച കേരളം കാണേണ്ടി വരുമായിരുന്നു. കോൺഗ്രസിനെ അടിമുടി ബാധിച്ചിരിക്കുന്നത് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്, പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ക്ലാരിറ്റി ഇല്ലായ്മ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷം എന്തുകൊണ്ടാണ് ഉണ്ടാകേണ്ടത്, എന്തുകൊണ്ട് കേരളത്തിൽ ഇടത് കരുത്തോടെ നിലനിൽക്കണം എന്ന് ഒരിക്കൽ കൂടി മതേതര കേരളത്തിന് മനസ്സിലായ ദിവസമാണ് ഇന്ന്. അത്രയുമാണ് നിങ്ങളുടെ വിശദീകരിക്കാൻ.